ഫോൺ അടിച്ചോണ്ടിരിക്കുന്നു. എന്താന്ന് നോക്ക്. എന്ത് പെണ്ണാ നീ? ഹലോ. നമസ്കാരം. നമസ്കാരം സർ. തനിജയുടെ അമ്മയല്ലേ? അതെ സർ. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. എൻ്റെ പേര് ഡോക്ടർ സുധാകർ. ഞാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പ്രാവശ്യം തനുജ ഉറപ്പായിട്ടും എക്സാം എഴുതും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ പ്രൊസീജിയറിനനുസരിച്ച് ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗുഡ് ന്യൂസ് ഇപ്പോൾ എത്തും. അതുകൊണ്ട് നിങ്ങളുടെ മകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയൂ. നിങ്ങൾ വലിയൊരു ഉപകാരമാണ് ചെയ്യുന്നത് സർ. താങ്ക്സ്. അവിടെ ഉണ്ടോ തനുജ? അവിടെ ഉണ്ടോ? ആ സർ, ഇവിടെ തന്നെയുണ്ട്. ദാ കൊടുക്കാം. മോളെ, സുധാകർ സാറാ ഫോണില്. ഹലോ സർ. എന്താ മോളെ തനുജ, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു സർ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ. ഞാൻ ഡൽഹിയിൽ സംസാരിച്ച് എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നീ ഒന്നിനെ കുറിച്ചും ആലോചിക്കണ്ട. റിലാക്സ് ആയിരിക്കും കേട്ടോ. എല്ലാം ഞാൻ നോക്കിക്കോളാം. യെസ് സർ. നീ സമാധാനമായിട്ട് വാ. നിന്റെ ട്രാൻസ്പോർട്ട് മറ്റെല്ലാ കാര്യങ്ങളും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നീ വന്ന് എക്സാം എഴുതണം. ഈ പ്രാവശ്യം നീ ടോപ്പറായി വരുമല്ലോ അല്ലേ? യെസ് സർ. നിനക്ക് ആ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? നിനക്ക് ഡോക്ടറാണോ എന്നല്ലേ നീ വിചാരിച്ചോണ്ടിരിക്കുന്നേ? യെസ് സർ. ഗുഡ്. മെഡിക്കൽ സീറ്റ് ഉറപ്പായിട്ടും നീ അച്ചീവ് ചെയ്യണം. താങ്ക് യു. പ്രകാശ്, കുറച്ച് എമർജൻസി ആയിട്ട് ട്രാൻസ്പോർട്ടിന്റെ കാര്യം മറ്റെല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കിയേ. ശരി സർ. അതേപോലെ തന്നെ നമ്മുടെ ബഡ് സാറിനോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേരേ. ഓക്കെ സർ. താങ്ക് യു സർ. ശരി, വേഗം പുറപ്പെടണം. റെഡിയാവ്. നീ എന്താ എപ്പോഴും ഈ ഇരിപ്പിരിക്കുന്ന? കാർ ഇപ്പൊ വരും. വേഗം റെഡിയാവ്. എന്ത് പറ്റി തനു? എന്തെങ്കിലും സുഖമില്ലായ്മ ഉണ്ടോ? ടെൻഷനാണോ മോളെ? എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് പറ മോളെ. ഞാൻ വരില്ല. വരില്ല. കളിച്ചോണ്ടിരിക്കാതെ പോയി റെഡിയാവ്. ഞാൻ വരുന്നില്ല. നീ എന്താ തനു ഈ പറയുന്നേ? നിനക്ക് പരീക്ഷ എഴുതാൻ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിരിക്കുക. വലിയ വലിയ ആളുകൾ നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ? ഈ നേരം നോക്കി ഈ മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കുന്നേ? മണ്ടത്തരം പറഞ്ഞത് ഞാനല്ല, നിങ്ങളാ. ഇപ്പൊ സമയം എന്താ? 8 മണിയായില്ലേ? നമ്മള് പോകാൻ പോകുന്ന ഷൊർണൂരേക്കും തൃശ്ശൂരേക്കും ഒന്നും അല്ലമ്മേ, കൊച്ചിക്കാ. നമ്മൾ ഇപ്പൊ ഇറങ്ങിയാലും നമ്മൾ എത്തുന്നതിന് മുമ്പ് എക്സാം സ്റ്റാർട്ട് ആവും. ഒരു സെക്കൻഡ് ലേറ്റ് ആയപ്പോലും എക്സാം എഴുതാൻ സമ്മതിക്കില്ലേ അമ്മ? കണ്ടോ, മനസ്സിലായില്ലേ? ഇതുകൊണ്ടാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. പറ്റില്ല എന്നും പറഞ്ഞ് ഇവിടെ ഇരുന്നോണ്ടിരുന്ന ഒന്നും തന്നെ നടക്കില്ല മോളെ. ശ്രമിച്ചു നോക്കിയാലല്ലേ എന്ത് നടക്കില്ലെന്നറിയൂ. ഇന്നലെ മുതൽ ശ്രമിച്ച് എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മേ. എക്സാം എഴുതാൻ പറ്റോ ഇല്ലയോ എന്ന് ആലോചിച്ച് എന്റെ തല പൊട്ടിപ്പോവാ. ഹോൾ ടിക്കറ്റ് പോലും കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ കൊച്ചിക്കും പോയിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കും അമ്മേ. അതിനു പകരം ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം അമ്മേ. അങ്ങനെയൊന്നും പറയില്ല തനു. പ്രദീപ് സർ രാത്രി മുഴുവൻ നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടെന്നോ. അദ്ദേഹത്തിനോടുള്ള മര്യാദയ്ക്ക് ഒരു പ്രാവശ്യം നമുക്ക് പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല അമ്മേ. നോക്ക്, നിങ്ങളെങ്കിലും ഒന്ന് പറ. എന്ത് പറ്റി മോളെ? നീ ഇങ്ങനെ വാശി പിടിച്ചപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? പറഞ്ഞേ. ഇതാ നോക്ക്, നീ നിന്റെ ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? പറയേ. ഞങ്ങളെപ്പോലെ നീയും കൂലിപ്പണിക്ക് പോവോ? പറയേ. അതുകൊണ്ടാ പറയുന്നേ. നീ നല്ലോണം പഠിച്ച് നല്ല ജോലിക്ക് പോയാലേ അത് നിനക്ക് നല്ലതല്ലേ മോളെ? അതെ തന്നെ. നിനക്ക് പഠിക്കാൻ എന്ത് വേണമെന്ന് പറയേ. എല്ലാം ഞാൻ തന്നിരിക്കും. കൂലിയായാലും എന്തായാലും ശരി, എല്ലാം ഞാൻ ചെയ്തുതരും. വാ പോകാം. നീ റെഡിയാ? നല്ലോണം പഠിച്ച് നീ ജീവിച്ചു കാണിക്കണ്ടേ? സത്യമല്ലേ തനു? അച്ഛൻ പറയുന്ന ഒന്ന് കേക്ക്. വരുന്നില്ല അമ്മേ. അയ്യോ, കാറ് വന്നല്ലോ. നീ പോയി വേഗം റെഡിയാവ്. നിങ്ങളുടെ നിർബന്ധത്തിന് എനിക്ക് എക്സാം എഴുതാൻ കഴിയില്ല, മനസ്സിലാക്കമ്മേ. ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടത് തനു? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ എക്സാമിന് വേണ്ടി നീ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാ. ശരി ശരി, നീ എക്സാം ഒന്നും എഴുതണ്ട. ടെൻഷൻ ആവാതെ. ഈ എക്സാമിന് നിനക്ക് ഒരു ബന്ധമില്ല. എന്നാ ഒരേ ഒരു പ്രാവശ്യം കൊച്ചിക്ക് പോയിട്ട് വരാം മോളെ. ഒരേ ഒരു പ്രാവശ്യം. പ്രദീപ് സാർ വിളിക്കണ്ടേ? മോള് തന്നെ എടുത്ത് സംസാരിക്കാൻ. തനു, ഫോൺ എടുത്ത് സംസാരിക്കും തനു. സംസാരിക്കും തനു. തനു, അങ്ങനെ തെറ്റിദ്ധരിക്കും തനു. സംസാരിക്കും തനു. തനു, സംസാരിക്കും തനു. തനു, സാർ ഫോൺ ചെയ്തോണ്ടിരിക്കുക. വേഗം തന്നെ ഇറങ്ങാൻ പറയാ. നന്നായി ഒന്ന് ആലോചിക്കും മോളെ. തനു, അദ്ദേഹം വീണ്ടും വിളിക്കുന്നു. നീ ഒന്ന് എടുത്ത് സംസാരിക്കേ. പറഞ്ഞില്ലേ? പോവില്ലല്ലേ? ശരി, നിന്റെ സാറിന്റെ അടുത്ത് എന്ത് പറയണോ നീ തന്നെ പറഞ്ഞോ. ഇതാ സംസാരിക്കേ. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്ക്. സംസാരിക്കേ.
ഹലോ ഹലോ തനുജ, ഞാൻ പറയുന്ന ഒന്ന് സമാധാനമായിട്ട് കേൾക്ക്. നീ എന്ത് കാരണം കൊണ്ടാ വരില്ല എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നിനക്ക് നിന്റെ സ്വപ്നങ്ങളൊന്നും വേണ്ടെന്ന് നിനക്ക് തോന്നിയേക്കാം. നിന്റെ ലക്ഷ്യം നീ മറന്നേക്കാം. നിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേദന എല്ലാം തന്നെ നീ മറന്നേക്കാം. നോക്ക് തനുജ, ഇന്ന് നീ നിന്റെ അമ്മയുടെ വാക്കുകൾ കേൾക്കില്ലായിരിക്കാം. എനിക്ക് ഒരുപക്ഷെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലായിരിക്കാം. നിനക്ക് നല്ലത് ചെയ്യാൻ വരുന്നവരെ തന്നെ നീ അനുസരിക്കാതിരിക്കാം. നാളെ എല്ലാവരും എല്ലാം മറന്നേക്കാം. പക്ഷേ ഈ ഒരു കാര്യം ഒരിക്കലും ആർക്കും തന്നെ മറക്കാൻ പറ്റില്ല. ഈ ഒരു ദിവസം ഒരേ ഒരു ചുവട് നീ മുന്നോട്ടെടുത്ത് വച്ചു കഴിഞ്ഞ എല്ലാ മനസ്സോടെയും ഒരു പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ഡോക്ടർ ആയിരുന്നിരിക്കാമെന്ന് നിന്റെ മനസ്സ് ജീവിതകാലം മുഴുവൻ നിന്നെ വേട്ടയാടുമെന്നുള്ള കാര്യം നീ മറക്കരുത്. ഇനിയൊരു പ്രാവശ്യം കൂടി ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കാം. ലക്ഷ്യം നേടുന്നതുവരെ ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്ന ആ തനുജ എവിടെ? ഞാൻ ഉറപ്പായിട്ടും ഡോക്ടർ ആയിരിക്കുമെന്ന് പറയുന്ന ആ തനുജ എവിടെ? പാലക്കാടിലെ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് പൂനെക്ക് പോയിട്ട് പഠിച്ച് കോഴ്സ് ഫിനിഷ് ചെയ്ത തനുജ എവിടെ? നമ്മുടെ ജീവിതത്തിൽ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടും, നമ്മളെടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ജീവിതമേ അത് മാറ്റിമറിക്കും. ദേ നോക്ക്, തനുജയെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈ ലോകം തന്നെ നിന്നെ പറ്റി അറിയണം. അത്രേ ഉള്ളൂ. ഇതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കുക. നമുക്ക് പോകാം. തനു, വാ മോളെ, നീ ഒട്ടും ടെൻഷൻ ആവണ്ട. നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. വാ വാ. മാഡം, തമിഴ്നാട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ താങ്കളെ വിളിക്കുന്നു. ഹലോ ഹലോ Hello, sir. Good morning. Madam, this is Sudhagar, Health Minister, Medical Education Minister from Cochin. Am I speaking with the Joint Secretary? Yes, sir. See, I have a case here. One Tanuja, Palakkad district, Vadakandara Taluk, nearby Pattambi. She was affected by COVID recently. So because of that, she couldn't attend the NEET. So she could not complete the process. So she should not deny the examinations. So I request you to consider her application and allow her to write her NEET examination. Sir, as you know, the rules and regulations of National Testing Agency is very strict. If you allow her to write the exam at this time, I mean at this moment, it will be a problem for us. Last date for the submission of documents is already over. And hence, we are unable to do anything right now. It's absolutely her fault and irresponsibility of the student. For the sake of one student, we can't change the absolute set of rules, sir. No, please understand that it is not her mistake. It is not at all her mistake. It is a purely technical glitch. See, when she is not well, when she cannot come and do her examinations and clear the formalities, how can you deny her applications? It's not going to be fair and it's not going to be legal. There is no legality about this. You should have some humanities, please. She is coming from very humble background. Her father is a very poor farmer. Her dream is to become a doctor. She is a very good student. No, sir, it's highly impossible. Madam, please understand that you are talking with the health minister. And you are not talking with some random people here. And I am talking with you lot of confidence and lot of responsibilities here. I know the fact of case here. Sorry, sir. We are helpless and we can't do anything at this moment. Let her write the exam next year. You think 1 year is a small time for such a bright girl? Losing 1 year of her academic year, she will lose her interest.
She won't be appearing examination next year. I also lost 1 year. I also coming from a humble background and I am become a doctor. Please don't speak lightly about 1 year of wastage. If you cannot do it, please tell me. I will speak with the union health minister. He will give you the direction. Sir, due to prevailing COVID regulations, we can't take any decisions. You can speak to the local NEET officer. I'll pass on her number to you. If she can facilitate, I have no objections. Madam, I don't know what you are going to do. I want Tanuja to write her examination and she has to appear her examination. All the facilitation, you have to do it. Sure, sir.